വത്സലയുടെ പൂജ കഴിഞ്ഞോ ആവോ? കഴിഞ്ഞു, ഭംഗിയായിട്ട് കഴിഞ്ഞു. ശൈവഭൂതങ്ങളുടെ സന്തോഷമൊന്നും പറയണ്ട. ഇനി എനിക്ക് അങ്ങോട്ട് വരാവോ? കുടിച്ചിട്ടുണ്ടെങ്കി വരണ്ട. ഞാൻ കുടിച്ചിട്ടില്ല വത്സലേ. എന്നാ വന്നോളൂ. ആ അയ്യോ, ഈ ബംഗ്ലാവിൽ വേറെ എത്ര മുറിയുണ്ടോടി നിനക്ക് പൂജിക്കാൻ? ഈ ബെഡ്റൂമിൽ തന്നെ കയറി എന്തിനാടി പൂജിക്കുന്നേ? ഇതിനകത്ത് അവര് പ്രത്യക്ഷപ്പെട്ടത്. അയ്യോ, അത് അവരും അദ്ദേഹമൊന്നും അല്ല. ആ നാരായണൻ മാഷും ആ തന്തയ്ക്ക് പറക്കാത്തവനും വേറെ ചെറ്റകളും വേഷം മാറി വന്ന് നിന്നെ പറ്റിച്ചതാ. അതെയോ? അതേടി അതെ. അതിന്റെ ക്ഷീണം മാറാതെ ഭ്രാന്തം പിടിച്ച് ഞാൻ നടക്കുമ്പോ നീ ഇങ്ങനെ 24 മണിക്കൂറും മണിയും കൊട്ടിക്കൊണ്ട് നടന്നാൽ ഒരു രാജാവിനെ പോലെ ഈ നാട്ടിൽ ഞാൻ കഴിഞ്ഞത്. ഒരൊറ്റ രാത്രി കൊണ്ട് സകല നാട്ടുകാരെയും വശീകരിച്ച് അവരെന്റെ നെഞ്ചത്ത് കയറി. ചന്ദ്രപ്പൻ കെട്ടേണ്ട പെണ്ണിനെ ഒതുക്കി ഒരു ചിന്നമ്മണിയാക്കി അവരങ്ങ് വീട്ടിൽ കൊണ്ടുവച്ചിരിക്കുക. ആ ഇൻസ്പെക്ടറെ അവര് പൊക്കി. എന്നാൽ ഇനി അന്വേഷിക്കാൻ വരുന്ന ആരാണെന്നറിയാവോ? ചിന്നക്കുറുപ്പിന്റെ ബന്ധത്തിലുള്ള ഒരു DSP. അത് ചിന്നമ്മണിയാണെന്ന് ഏത് നാറി പറഞ്ഞാലും കുഞ്ഞുനാളിലെ DSP അവളെ കണ്ടിട്ടുണ്ടേ. അവളെ അവിടുന്ന് പുറത്തിറക്കി ചന്ദ്രപ്പനെ കൊണ്ട് കെട്ടിച്ചു കഴിഞ്ഞാൽ ഇത്തിരി ചില്ലറ ചെലവായാലും തിരക്കേടില്ല. ആ അച്ഛനെ മകനെ ഈ കുറുപ്പ് തട്ടും. സകല ദുഷ്ടത്തരവും മനസ്സിലിട്ട് കള്ളരേഖയുണ്ടാക്കി ആ സാധു നാരായണ മാഷയുടെ സ്വത്ത് സ്വന്താക്കിയില്ലേ? മോഷണം കിട്ടണമെങ്കിൽ അത് തിരിച്ചു കൊടുക്ക്, അല്ലേ 2 കണ്ണും പൊട്ടിപ്പോകും. കിടന്നോളൂ. അടുത്ത പൂജ പുലർച്ചെ 4 മണിക്കേ ഉള്ളൂ. ഈ രാത്രിയും പോക്കായി. തിരുപ്പൂർ കോവിലകത്തുനിന്ന് വാളും പൊക്കെ പിടിച്ചോണ്ട് ഒരാള് കാണാൻ വന്നിരിക്കുന്നു. ആരാ? തമ്പുരാനാ? അല്ല, ഒരു നല്ല കള്ളനാ. തന്നോടാണ് ഇപ്പൊ ചൂണ്ടാൻ പറഞ്ഞത്. ഇപ്പൊ ചൂട് ഞാൻ ഇവിടെ കൊണ്ട് വെക്കാനാ? പണ്ടത്തെ പോലെ സ്റ്റോക്ക് കൈ വെക്കുന്ന പരിപാടി ഇല്ല. ജനാർദ്ദനും ചന്ദ്രപ്പനും തോട്ടത്തേക്കാണോ? ഇവനെയും വാളും തോട്ടത്തിലെത്തിക്കുക. വാള് പോയാലും കുഴപ്പമില്ല, അവനെ സൂക്ഷിക്കാൻ പറയണം. എന്റെ ഷീറ്റ് ഇപ്പൊ അവന്റെ കയ്യില്ല. ആ ഷീറ്റ് അവൻ മുറിച്ചാൽ എല്ലാവർക്കും ജയിലിൽ പോവാം, താനടക്കം. ആഹാ, എന്തൊരു സുഖമുള്ള രാത്രി അല്ലേ കള്ള? ബിസിനസ് ഒക്കെ എങ്ങനെയുണ്ട്? നമ്മൾ എന്തിനാ ഇതുവഴി വന്ന്? തോട്ടത്തിലേക്ക് ഇതിലെ ഒരു എളുപ്പ വഴിയുണ്ട്. നേരായ വഴിയെ പോയ നാട്ടുകാർ കാണും. ഇതിലെ ആകുമ്പോ ആൾ സഞ്ചാരം കുറവാ. അവൾ വരുന്നുണ്ട്. കയ്യിൽ നമ്മൾ നേരത്തെ കണ്ട് ചാക്കും വാളുണ്ട്. ആരും ആവേശം കാണിക്കരുത്. അവന്മാര് ജീവനോടെയാ വരുന്നത്. ജീവനോടെ തന്നെ അവന്മാരെ പിടിക്കണം. കള്ളനായ ഒച്ച ഉണ്ടാക്കി ആളെ കൂട്ടി പിടിപ്പിക്കാനാ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്ന്. മിണ്ടല്ലേട കള്ള. എന്താ പറഞ്ഞ? എന്താന്ന്? രണ്ടും കൂടെ വാളവെടുത്തോണ്ട് അങ്ങോട്ട് വന്നതല്ലേ, പിന്നെ ഇത് എവിടെ പോയി? ആദാവന്മാരെ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വിറ്റ് കാണും. ഇപ്പോഴത്തെ കാലത്ത് ഒരു കള്ളനും വിശ്വസിക്കാൻ പറ്റില്ല. നന്ദിയില്ലാത്ത തെണ്ടുകള്. അളിയൻ ഈ ബിസിനസ് വേണ്ടാന്ന് ഞാൻ എന്നോ പറയുന്നതാ. നല്ല നല്ല സാധനങ്ങൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അതിന്റെ ചരിത്രം പഠിക്കുക, എന്നിട്ട് അത് കക്കാൻ ആളെ വിടുക. കട്ടോണ്ട് വന്ന സാധനങ്ങൾ വാങ്ങി മറിച്ചു വിറ്റ് കോടീശ്വരനായെന്ന് വിചാരിക്കുക. അളിയൻ ഇത് നിർത്തിക്കൂടെ? ഓഹോ, ഞാനത് നിർത്തിയാൽ ഈ നാട് നന്നാവുവോ? എടാ, ഇതേ തുണി എടുത്തോണ്ട് നമ്മുടെ സ്വന്തക്കാര് അങ്ങ് ഡൽഹിയിലും തിരുവനന്തപുരത്തും നടത്തുന്ന ഇതൊക്കെ തന്നെയാണല്ലോ. പ്രേതം ഇറങ്ങി. ഒടുക്കത്തെ ഒരു പൂജ. കൃത്യസമയത്ത് അലാറം വെച്ച് എഴുന്നേറ്റ് മണിയെടുത്ത് കുലുക്ക് തുടങ്ങും. ഞാൻ ഇന്ന് ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. അപ്പൊ ഞാനോ? എന്താണ് ഇവിടെ ഒരു ഗൂഢാലോചന? പിശാചുക്കളായി ജനിച്ച നല്ല മനുഷ്യന്മാരെ, നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ. ശാന്തി ഉണ്ടാവട്ടെ. അവര് പോകുന്നുണ്ടോ? എന്റെ കൈ ധരിക്കുന്നു.
ഒരൊറ്റ ഓട്ടം ഓടി അവളുടെ നെഞ്ചത്തിട്ട് 2 കുത്തുകുത്തി തിരിച്ചൊരൊറ്റ ഓട്ടം ഇങ്ങോട്ട് ഓടിയാലോ? ഇങ്ങോട്ടോടുമ്പോ അവൻ വന്ന് നിന്റെ നെഞ്ചത്തിട്ട് 2 എക്സ്ട്രാ കുത്തുകുത്തും. വേറെ ഒന്നും സംഭവിക്കില്ല. എടാ, കെട്ടാൻ വെച്ചിരുന്ന പെണ്ണ് വേറൊരുത്തനോട് വേഷം മാറി. ഞാനോ മറ്റോ ആയിരുന്നെങ്കിൽ അവിടെ നിന്ന് ഭസ്മം. അധികം മൂപ്പിക്കണ്ട, പ്രാന്ത് പിടിച്ചിരിക്കാൻ ഞാൻ. കുത്തി കാണിക്കണം. അവനിട്ട് കുത്തടാ, അതോടെ അവള് ഫ്രീ ആവും. പിന്നെ നമ്മൾ കളിക്കുന്ന വഴി കൂടെ അവിടെ പോരും. കത്തി മാറ്റി. എനിക്ക് നല്ല പേടിയുണ്ട്. നമുക്ക് വേഗം പോവാം. അവരെന്തെങ്കിലും ചെയ്താലോ? പെറുക്കി നായെ തട്ടിക്കൊണ്ടുവന്ന് പരസ്യമായി സുഖിച്ചു നടക്കാൻ ഈ നാടെന്താ? നിന്റെ അമ്മയുടെ നാടാ? ഞാനാരാ? ചന്ദ്രപ്പനോട്ട് കുത്തിയിട്ടുണ്ടാവും. 1, 2, 2 ചിലപ്പോൾ 5-6 കുത്തി. എന്നാലും എനിക്കൊരു കുത്തുത്താൻ പറ്റിയില്ലല്ലോ. ചേട്ടാ, കുത്ത് കിട്ടിയിട്ടോ അവന്റെ പോക്ക് കണ്ടില്ലേ? ഇവനൊക്കെ ചായം വല്ല മിസൈലും അയക്കണമെന്നാ തോന്നുന്നത്. ചന്ദ്രപ്പനെ കുത്തിയിട്ടില്ലേ? അവൻ ബോഡി ഗാർഡിനെ കൊണ്ടാ വന്നിരിക്കുന്നത്. ചന്ദ്രപ്പ ഞാൻ ഇടിക്കാൻ മാത്രം ഇല്ലടേ. കൊടുത്താൽ മതി. ഇത്തിരി പോന്ന കത്തിയും കുലപ്പിച്ച് എന്റെ ഉടുമ്പും ചോല പൊട്ടിക്കാൻ നിന്നെ കൊണ്ടൊന്നും ഈ ജന്മം സാധിക്കില്ല. നീയൊക്കെ അവന്റെ ആളല്ലേ. ഞാൻ ആരാന്നറിയോ? DSP അംബുജാക്ഷക്കുറുപ്പ്. കുറുപ്പാണല്ലേ? ഞങ്ങള് കുറുക്കന്മാരാ. തുമ്പശ്ശേരി കുറുക്കന്റെ അളിയനും അനിയനും. അടിവീസ്റ്റേ അവനും അവളും ഇവിടെ. ആര്? ഇയാളാരാ? എന്റെ കത്തി എവിടെ? കത്തി ഇവിടെ ഉണ്ട്. കത്തിക്കൊന്നും പറ്റിയിട്ടില്ല. സേഫാണ്. പോയാ ഓട്ടത്തിൽ നിന്നെ പോലെ എനിക്കും ഉണ്ടടാ മെഡല്. അത് കാണിച്ചിട്ടാ ഞാൻ സർവീസിൽ കയറിയത്. ചിന്നക്കുറുപ്പിന്റെ രുക്മിണി, നിനക്കെന്നെ പരിചയം ഉണ്ടോടി? സർക്കിൾ ഇൻസ്പെക്ടറുടെ വേഷത്തിൽ ഞാൻ വീട്ടിൽ വന്നിട്ടുണ്ട്. നിന്റെ ചെറിയമ്മയുടെ വല്യമ്മാവന്റെ മോളാ എന്റെ വല്യച്ചിയുടെ മോള്. തൊപ്പി മാറിയ ശേഷം ആദ്യമായിട്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. ഇവളുടെ പേര് മാറ്റി ഒരു കുടുംബം കലക്കാൻ നിനക്ക് ഇത്ര ധൈര്യോ? ഈ ധൈര്യം തന്നെ ഇവനാരാണ്? ദേവേന്ദ്രനോ? സാറ് പോലീസ് അല്ലേ? അല്ലടാ, നിന്റെ കാലൻ. ഇവള് ചിന്നമ്മണിയാണെന്ന് സാറിന് വിശ്വാസമായില്ലെങ്കില് സാറ് DSP ആണെന്ന് ഞങ്ങൾക്കും വിശ്വാസമില്ല. അഭ്യാസം വേണ്ട. ഒരു അഭ്യാസം ഇപ്പൊ ഞാൻ കണ്ടു. ഇനി വല്ല അഭ്യാസവും കാണിച്ചാൽ ഷൂട്ട് ചെയ്യില്ല. അയ്യോ സാറേ, ഇത് തോക്കല്ലേ? അയ്യോ തോക്ക്. അമ്മയൊന്ന് എഴുന്നേറ്റേ. ഇനി ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടും മരുന്ന് കുടിക്കാണ്ടൊന്നും കിടക്കണ്ട. അവളെ അവനെ അംബുജാക്ഷം പിടിച്ചു. രുക്മിണിയെ ആ മാഷിയുടെ മോനെയും നമ്മുടെ അംബുജാക്ഷം പിടിച്ചൂന്ന്. ഇനി അവള് രുക്മിണിയാണോന്ന് അമ്മ കൂടി ഒന്ന് പറയേ വേണ്ടു. രുക്മിണി ഈ വീട്ടിലേക്കും വരും, അവനും അവന്റെ തണ്ടി നേരെ ജയിലിലേക്കും പോകും. അമ്മ ചെല്ലം കാത്തിരിക്ക അംബുജാക്ഷൻ. അമ്മയെ സൂക്ഷിച്ചു കൊണ്ടുപോണേ. ദേ, കാല് മുഴുവൻ നീരാ. അമ്മ വിളിച്ചാ ഇനി അമ്മ അവളെ അറിയില്ലെന്ന് പറഞ്ഞാലോ? അങ്ങനെ പറഞ്ഞാല് ഈ ചങ്ക് പറിച്ചു കാണിക്കും. ചോര കണ്ടാലും മനസ്സിലാവില്ലേ അവൾക്ക്? അത്രയും മോശമായോ എന്റെ കുട്ടി? സാറി കാണിക്കുന്നത് ചെറ്റത്തര. ഡിപ്പാർട്ട്മെന്റ് നാണക്കുണ്ടാക്കാതെ സാറിങ് ഇറങ്ങി വന്നേ. ഒരു കാര്യം പറയാനുണ്ട്. എന്താ ആരോടും പറയാതെ കുട്ടികളാണ് പിടിച്ചോണ്ടുപോവാ. കൊച്ചുകൃഷ്ണ, എല്ലാരെയും കൂട്ടി വേഗം സ്ഥലം വിട്. വെറുതെ എന്നോട് കളിച്ച് തൊപ്പി കളയണ്ട. തൊപ്പി പോയ ഇതുപോലെ ഒരെണ്ണം വാടകയ്ക്ക് കിട്ടും, ഇല്ലെങ്കിൽ വേറെ ഒരെണ്ണം മാർക്കറ്റിൽ കിട്ടും. ആ തുമ്പശ്ശേരി കുറിപ്പും ചിന്നക്കുറിപ്പും ദക്ഷിണ ബലും തന്നിട്ടുണ്ടെങ്കിലേ സാറ് വെളിച്ചപ്പെടേണ്ടത് അവരുടെ വീട്ടുമുറ്റത്താ, അല്ലാതെ ഇവിടെ നെഞ്ചത്തല്ല. ഞാനൊരു DSP ആണ്. സൂക്ഷിച്ച് സംസാരിക്കണം. സംശയമുണ്ട്. DVSP ആണ്. സംശയമുണ്ട്. DVSP അല്ലടോ, DSP. അതിലും സംശയമുണ്ട്. DSP ആണെന്ന് വെച്ച് ഹെഡ് കോൺസ്റ്റബിൾ മുള്ളണമൊന്നുമില്ലല്ലോ. ആ സാധനത്തിനെ ഇങ്ങോട്ട് കൊണ്ടുവാ. എല്ലാരും സൂക്ഷിച്ചോ. ഒന്നിനെ ഞാൻ വെച്ചേക്കില്ല, പറഞ്ഞേക്കാം. ശരിക്കും പറഞ്ഞാൽ സാറിനെ ഞാനിപ്പോ രക്ഷിക്കാ. സാറിപ്പോ ഇവരെയും കൊണ്ട് ഇവിടുന്ന് പറന്നാ ഈ കാണുന്ന നാട്ടുകാരെല്ലാം ചേർന്ന് സാറിനെ ഇവിടുന്ന് പറത്തും. സാറ് വിചാരിക്കണ പോലെ ഇവള് രുക്മിണി ഒന്നും അല്ല. നാരായണ മാഷ പെങ്ങളുടെ മോളാ ചിന്നമ്മിണി. എനിക്ക് അറിഞ്ഞൂടെ ഇവളെ? ഞങ്ങൾക്കും അറിഞ്ഞൂടെ. ഇവളെ മാഷയുടെ വീട്ടിലല്ലേ പെറ്റത്. അധികം കളിച്ച ഒരുത്തന്റെയും തല കാണില്ല. അയ്യോ, എന്താ എല്ലാവരും കൈ പൊക്കി പിടിച്ചിരിക്കണേ? കൈ താത്തിട്ട്. അവള് ചിന്നമണി അല്ലാന്ന് ആരാ പറഞ്ഞേ? ഈ കാണുന്ന ആരെങ്കിലും പറഞ്ഞോ? അതല്ല അവള് പറഞ്ഞോ? ഒരാളും പറയില്ല. അവൾ എന്റെ പെങ്ങളുടെ മോളാ. എനിക്ക് അങ്ങനെ ഒരു പെങ്ങളുണ്ട്, അവൾക്കൊരു മോളുണ്ട്. അല്ലാന്ന് തെളിയിക്കാൻ സാറിന് പറ്റോ? അവള് ചിന്നമ്മണിയാണെന്ന് എന്റെ മകൻ പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ. ഈ നാട്ടുകാര് പറഞ്ഞാൽ അവള് ചിന്നമ്മണിയാ.
ഇത് ചിന്നമ്മണിയുടെ ജാതക. 21 കൊല്ലം മുമ്പ് എഴുതിയ ജാതകം. കണ്ടോ, അവളുടെ ഫോട്ടോ ഉണ്ടോ? ഈ ഫോട്ടോയിൽ അവള് ചിരിക്കണ കണ്ട? ഇത്രയും സന്തോഷത്തോടെ ചിന്നക്കുറുപ്പിന്റെ രുക്മിണി ചിരിക്കാറുണ്ടോ? പറ, സാർ അവരുടെ ബന്ധുവല്ലേ? സാറ് കണ്ടിട്ടുണ്ടോ? തട്ടിക്കൊണ്ടു പോകലിനും ആൾമാറാട്ടത്തിനും ശിക്ഷ എന്താണെന്ന് അച്ഛനും മോനും വല്ല ബോധമുണ്ടോ? ഞങ്ങൾക്ക് നല്ല ബോധമുണ്ട്. എന്തേ സാറിന് ഞങ്ങൾ ശിക്ഷിക്കണോ? ശിക്ഷിച്ചോളൂ. നീ രുക്മിണിയാണെന്ന് മുത്തശ്ശി പറയൂ. പറഞ്ഞല്ലെന്ന് ഞാനും പറയും. എന്റെ പ്രാണനായ മോള്, അവളെ എന്റെ അടുത്തും പറിച്ചെടുക്കരുത്. മുറിച്ചെടുത്തതും പറിച്ചെടുത്തതും പറയാനല്ല അമ്മയെ കൊണ്ടുവന്നത്. ഇത്രയും കാലം വളർത്തി അന്തസ്സിലെ കല്യാണവും നിശ്ചയിച്ച് നിർത്തിയതാ അവളെ. മയക്കിയെടുത്ത് തട്ടിക്കൊണ്ടുവന്ന് ഉത്സവം പോലെ നടത്തിച്ചതും പോലെ അവൾക്കൊരു പേരും ചിന്നമ്മണി. ജയിലിൽ കിടക്കാനും തൂക്കിലേറാനും ചിന്നക്കുറുപ്പിന് ഒരു മടിയില്ല. കൊല്ലരുതെന്ന് അമ്മ ഒരു വാക്ക് പറഞ്ഞതുകൊണ്ടാ. ഇല്ലെങ്കിൽ തന്തയും മോനും തുള്ളിക്കളിക്കണ ഈ നാട്ടുകാരുടെ ഇടയില് ഇതിനകം തന്നെ ചത്തു വീണേനെ. അവരെ ഇറക്കണോ? ചത്തുപോയി എന്ന് നിലവിളിച്ചതല്ലേ, ഇതാ ജീവനോടെ മുന്നിൽ നിൽക്കുന്നു. ചോദിക്കേ, അമ്മ ഇവളെ അറിയോന്ന് ചോദിക്കേ. അമ്മ പറയൂ, ഇവളല്ലേ അമ്മയുടെ രുക്മിണി? ഇവരെന്തൊക്കെയാ കള്ളത്തരം മനസ്സിലിട്ട് പറയാ? മുത്തശ്ശി, ഇത് നിങ്ങളുടെ രുക്മിണിയല്ല, ഇവളെന്റെ ചിന്നമ്മണിയാ. ദാ ഇത് കണ്ടോ, ഞങ്ങളുടെ ഫോട്ടോ. ഇത് ഇവൾക്ക് 5 വയസ്സുള്ളപ്പോ തറവാട്ട് ജോത്സ്യനെ കൊണ്ട് അച്ഛൻ എഴുതിപ്പിച്ച ജാതകമാ. ഇവൻ വീണ്ടും കളിക്കുക. അവളെ നമ്മുടെ രുക്മിണിയല്ലേ? ഇതൊക്കെ കള്ളത്തരം അമ്മയ്ക്ക് അറിഞ്ഞൂടെ? അല്ല, ഇതൊന്നും കള്ളത്തരമല്ല, സത്യമാണ്. എന്നെ വിശ്വസിക്കണം. സ്വന്തം അല്ലാത്ത ഒരാൾക്ക് വേണ്ടി ആരും ഇത്രയും വിഷമം സഹിക്കില്ല, ഇത്രയും ശ്രമിക്കില്ല. അവൾ എന്റെ അച്ഛന്റെ ജീവനാ. ഇല്ലാത്തൊരു പേരും പറഞ്ഞ് ഒരു വേഷവും കൊടുത്ത് നിങ്ങളെങ്ങാനും അവളെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച, സത്യം പറയാലോ, ദൈവം പോലും നിങ്ങളോട് പൊറുക്കില്ല. എല്ലാവരും നിർത്തുക. എന്തിനാ എല്ലാവരും ഇങ്ങനെ തമ്മിൽ തല്ലണേ? എനിക്ക് അവളെ ആരാന്ന് മനസ്സിലായി, ശരിക്കും മനസ്സിലായി. നേരിട്ട് കണ്ടാൽ അല്ലാന്ന് ആരും പറയില്ല. അവളെന്നെ. എന്നാലും അവളല്ലാച്ചാൽ ഈശ്വരൻ എന്നോട് പൊറുക്കുവോ? അമ്മേ, ഫോട്ടോ കാണിച്ചു, ജാതകം കാണിച്ചു, സ്വന്താന്ന് പറയാൻ ഇനി ഒന്നുമില്ലേ നിങ്ങളുടെ കയ്യില്? ഉണ്ട് മുത്തശ്ശി, ഉണ്ട്. ഇതെന്റെ ചിന്നമ്മയുടെ ബർത്ത് സർട്ടിഫിക്കറ്റാ. അവളെ എന്റെ വീട്ടിൽ ജനിച്ചതിന് സർക്കാർ തന്ന സർട്ടിഫിക്കറ്റ്. ഞങ്ങളുടെ ചിന്നമ്മണിയുടെ ജന്മരേഖ. പെറ്റത് പെങ്ങളാണെങ്കിലും വളർത്തിയത് ഞാനാ. മതി മതി, ഞാൻ അച്ഛന്റെ ചിന്നമ്മണിയാണ്, അച്ഛന്റെ ചിന്നമ്മണിയാണ്. ഞാൻ സത്യം പറയാം, എല്ലാവരോടും സത്യം പറയാം. ഈ കുട്ടി കാണാതെ എന്റെ രുക്മിണിയല്ല. ഭാഗ്യം ചെയ്ത ഈ ചിന്നമ്മണിയെ രുക്മിണിയായി തെറ്റിദ്ധരിച്ചത് എന്റെ മകൻ ചെയ്ത പാപം. എല്ലാവരോടും ഞാൻ ക്ഷമ ചോദിക്കാം. വൈരാഗ്യം മനസ്സിൽ വെച്ച് ആരും എന്റെ മകനെ ഒന്നും ചെയ്യരുതേ, ആരും ഒന്നും ചെയ്യരുതേ. ആരും ഒന്നും ചെയ്യില്ല മുത്തശ്ശി, ഒന്നും ചെയ്യില്ല.